ഹായ്, ഇന്നൊരു സ്പെഷ്യൽ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തേങ്ങ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തേങ്ങ റിലേറ്റഡ് എന്തോ ആണെന്ന്. ഇതെൻ്റെ സ്പെഷ്യൽ തേങ്ങാക്കൊത്ത് കറിയാണ് കേട്ടോ. എനിക്ക് ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ചോറുണ്ണാൻ. അപ്പോൾ ഒത്തിരി ഇളന്നതുമല്ല ഒത്തിരി മൂത്തതുമല്ലാത്ത തേങ്ങ ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ പുറം ഭാഗം ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുക. എല്ലാം അരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കറി വെക്കുന്നത് ചട്ടിക്കകത്താണ്, കൂടാതെ വിറകടുപ്പിലുമാണ് കേട്ടോ വെക്കുന്നത്. വിറകടുപ്പിൽ വെക്കാനുള്ള കാരണം ഈ കറി ചട്ടിക്കകത്തിരുന്ന് ഒരു 5-6 മണിക്കൂർ അവിടെ ചെറിയ തീയിലിരുന്ന് വേകണം, എന്നാലേ ഇതിൻ്റെ ആ കറിയുടെ ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തെല്ലാം അരിഞ്ഞ് ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് അരപ്പായിട്ട് വേണ്ടത് 5-6 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ തേങ്ങാക്കൊത്തിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. അതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നികത്തി ഒഴിക്കാൻ മറക്കരുത്, കാരണം അടുപ്പിനകത്തിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് വറ്റിപ്പോകാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പിൻ്റെ പൊക്കത്തോട്ട് വെച്ചു. എന്നിട്ടൊന്ന് മൂടി വെക്കാൻ മറക്കരുത്. ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അന്നേരപ്പത്തേനും നമുക്ക് ഇതിനകത്തോട്ട് കുടംപുളി, ഒരു 3-4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ പകുതി തന്നെ വറ്റിയിട്ടുണ്ട്. കുടംപുളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെക്കുക. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ നോക്കുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ടാകും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഓൾറെഡി അത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അരപ്പൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാം വറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും